വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞേ കീക്കുപെണ്ണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടക്കുകയും നിൽക്കുകയും ഇരിക്കുകയൊക്കെയാണ്. നമ്മളെ വൈറ്റ് കുട്ടിയും കൂട്ടിലാണ് കാരണം ഞാനിപ്പോൾ തുമ്പിയെയും ബാക്കി കുട്ടിപ്പട്ടാളങ്ങളെ ഇപ്പോൾ താഴെ കൊണ്ടുവരാമെന്ന് കരുതുക വീഡിയോ എടുക്കാനായിട്ട്. അപ്പം അത് കാരണം ഞാൻ വൈറ്റിനെ അങ്ങ് കൂട്ടിലോട്ടാക്കി. അല്ലെങ്കിൽ വയറ്റിക്ക് തുമ്പിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടും. നിമ്മിക്കുട്ടാ വാ, തിമ്മി വാടാ. അവിടെ ആരും ഇല്ലടാ, മതിലിൻ്റെ അപ്പുറം ആരും ഇല്ല. അവിടെ ഡോഗ്സ് ഉണ്ട് കേട്ടോ. പിന്നെ മണിക്കുട്ടിയുടെ സഹോദരങ്ങൾ മതിലിൻ്റെ അപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന് ബഹളം വയ്ക്കുന്നത്. അവിടെ അനങ്ങുന്ന സൗണ്ട് കേൾക്കാം. കണ്ടോ മണിക്കുട്ടി ബഹളം വയ്ക്കുന്നുണ്ടോ? മതി ഇന്റെ ശൗര്യ അവിടെ. നിമ്മീഞ്ഞ് വാ അവിടെ ആരുമില്ല, ഇനി പോരാ വാ. ഓടി വന്ന് റാണിയുടെ പുറത്ത് തീർത്താ ദേഷ്യം. അങ്ങാടി തോറ്റേന് അമ്മയുടെ അഞ്ചെന്ന് പറയുന്നത് അവിടുന്ന് അവരെ കിട്ടാത്തതിന് ഓടി വന്ന് റാണിയുടെ പുറത്ത് ആ ദേഷ്യം തീർക്കുകയാണ്. ദേഷ്യമല്ല കേട്ടോ, അവർ കളിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള 7 പേരെ ഒതുക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ റാണിയാണ് കേട്ടോ. റാണി വിരട്ടി കഴിഞ്ഞാൽ ജിമ്മി ഉൾപ്പെടെ കംപ്ലീറ്റ് വൈറ്റി, മണിക്കുട്ടി, ജാനു, ജാക്കി, തുമ്പി, ചക്കി എല്ലാവരും പേടിയാണ് റാണിയെ. എല്ലാവർക്കും പേടിയാണ് റാണിയെ. റാണിയുടെ ഒരു പ്രത്യേക വിരട്ടലുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഒരു ഗുർറ് സൗണ്ട് ഉണ്ടല്ലോ, ആ ഗുർറ് സൗണ്ട് എന്ന് പറഞ്ഞ് ആ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പേടിയാണ്. മാവിൻ്റെ തണലിൽ ഫുഡും കഴിച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് കിടക്കുക പിള്ളേർ. ബാക്കി 4 പേരും മുകളിലാണ്. നമുക്ക് പോയി അവരെ കഴിഞ്ഞ് താഴോട്ട് കൊണ്ടുവരാം. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഗുമ്മ് കിട്ടും. കുട്ടീസ് അതുകൊണ്ടൊരു അവിടെ നിൽപ്പുണ്ട്, സൈഡിൽ നിൽക്കുന്നുണ്ട. ഹായ്, താഴെ പോവാ. ഞാനുവാ അവിടെ ചെന്ന് ഗുസ്തിയായിട്ട് വാ ഞാനും വാ. അപ്പൊ എല്ലാരെയും താഴെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്റെ പൊന്നു വൈറ്റി, ഈ ഇച്ചിരിയുള്ള ശരീരത്തിൽ നിന്നാണ് ഇത്രയും സൗണ്ട് വരുന്നത്. വൈറ്റമ്മ സമാധാനിപ്പിക്കാൻ ജിമ്മി വന്ന് തുമ്പിയുണ്ട്. നിന്നെ ഇപ്പൊ തുറന്നു വിട്ട പൊടി പോലും കിട്ടത്തില്ല. നിന്റെ അവളെടുത്തിട്ട് കൊടയും നിന്റെ കേട്ടാ. മുളുന്നുണ്ടോ? ഡീറ്റെയിൽസ് നമ്മള് സൗണ്ടൊക്കെ ഭയങ്കര ഡീറ്റെയിൽസാ. ആള് നെത്തോലിയാണെങ്കിലും അല്ലേ. ഇവിടെ വന്നേ ഗുയിസ്, ഇവിടെ വന്നേ ഗുയിസ്. അവിടെ റാഗിങ് നടക്കുവാണ്. സീനിയറുടെ ഏറ്റവും മൂത്ത സീനിയറുടെ റാഗിങ് കിടക്കുകയാണ് ഇവിടെ. കിടത്തു നോക്കിയേ. എണീറ്റ അടി അപ്പോഴേ കിട്ടും. ആരാന്നറിയാ? ചക്കിയാ കിടക്കുന്നത്. അതിനെ കിടത്തിയിരിക്കുന്നുണ്ടോ? അനങ്ങിയ പോക്ക. കടിക്കത്തില്ല കേട്ടാ, കടിക്കത്തില്ല. ഇങ്ങനെ വിരട്ടി കിടത്തിയിരിക്കുക. എന്താണോ എന്താ ചെയ്യുന്നത്? സ്കാനിങ് ആണോ, പരിശോധനയാണോ, റാഗിങ് ആണോ ഒന്നും അറിയാൻ വയ്യ. കൂട്ടിയിരിക്കുന്നുണ്ടോ ഒരുത്ത ഇതിനെല്ലാം. നിമ്മിക്കൂട്ടെ എണീറ്റോ, രക്ഷട്ടോ, വേഗം രക്ഷട്ടോ. ആ മൂപ്പിക്കുന്നു റാണമ്മ മൂപ്പിച്ചു തുടങ്ങിയേ. പോയി അവൾ എണീറ്റ് പോകുന്നു മനസ്സിലായപ്പോൾ അവളെ പുറക്കെ പോകണ്ട. അവിടെ ഓടിയപ്പോഴത്തെ സ്പീഡിന് ഓടിയുണ്ട. അവിടെ കൊണ്ടിട്ട് ഇപ്പോൾ ഒതുക്കും. വേണ്ട ഒതുക്കുന്നുണ്ട അവിടെ കൊണ്ടിട്ട്. റാണി, നീ എന്തുവായി കാണിക്കുന്നേ? പിള്ളേരെ ഇങ്ങനെയൊക്കെ റാഗ് ചെയ്യാവോ? ഇതൊന്നും ഇവിടെ ശരിയാവത്തില്ല കേട്ടാ. ഇവിടെ വെച്ച് ഉറപ്പിക്കത്തില്ല ഇതൊന്നും. ചക്കയ്ക്ക് വെളിയിൽ നോക്കണമെന്നുമുണ്ട് പാവത്തിന്. പക്ഷേ ഇവിടെ വെളിയിൽ നിന്ന് നോക്കണമെന്നുണ്ട്. പക്ഷേ റാണി വ്യാക്കി വന്നിന്ന് വരട്ടെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടൊന്നും ഇന്ന് വായി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതിരിക്കുന്ന ഇരുത്തുണ്ടോ റാണിയെ പേടിച്ചിട്ട്. റാണി ഇപ്പം നോക്കിക്കോ റാണിക്ക്.
ആ നമ്മളെ പേടിത്തൊണ്ടെന്നാ ഓടുന്നത്. ചാക്കപ്പൻ കയറിയിരിക്കുന്നുണ്ടേ, ഗേറ്റിൽ കയറിയിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ചക്കി പോകുമ്പോൾ ചക്കിയുടെ പുറക്ക വെച്ച് പിടിക്കരുത്തി. ഇച്ചിരി വരട്ടരുത്. മുഖത്തെ ലക്ഷണം കണ്ടോ? നീ ഓടി നീ ഓടാൻ വേണ്ടിയിട്ട് ആയാടി എൻ്റെ മുമ്പിൽ കിടന്ന് നീ ഓടോടി. നീ വലിയ ആള് ചമയോടി. ആരും ഓടാൻ പാടില്ല. ഓടുന്നത് റാണിക്ക് ഇഷ്ടമല്ല. ഓടിക്കഴിഞ്ഞാൽ റാണി എപ്പോഴും ദേഷിക്കും. റാണി എന്തുവാ? ഇനി ഞാൻ കമ്പെടുക്കും, നോക്കിക്കോ. പേടിപ്പിക്കരുത്. കമ്പ് വേണ്ട. അടി വേണോ? റാണിക്ക് അടി വേണോ? ഒരുത്തൻ കാക്ക ഓട്ടിക്കുന്നു. അത് ഒരു കഷ്ടം തോ. ഇതിലെ കൂടെ ഒക്കെ പോകുന്ന പോക്ക് പോയിക്കണതോ. റാണി ഇവിടെ വാ. ചക്കിയുടെ പുറക്കെ പോയാൽ ഞാൻ അടിക്കും. ഇവിടെ വാ. ചക്കിയെ വെറുതെ വിട്. റാണി വാ ഇവിടെ. അടി വേണം നിനക്ക്? അത് തന്നെ, പിടിച്ചോണ്ട് പോടാ. ആ റാണി ചക്കി ഞാ വാ വാ ഒളിഞ്ഞു വാ. ഇനി വാ ചക്കി വാ വാ ചക്കി. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ പറഞ്ഞേക്കാം. ഈ പിള്ളേരെ ഒന്നും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടത്തില്ല. എല്ലാണ്ണവും പലയിടത്തായിട്ട് പോയി നിൽക്കും. നമ്മളെ മണിക്കുട്ടി കണ്ടേ, 4 പേരുടെ വാക്സിൻ്റെ ഡേ ആയിരുന്നു മെനഞ്ഞാന്ന്. ചക്കി, ജാനു, തുമ്പി, മണിക്കുട്ടി. എന്താ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള രോഗപ്രതിരോധ ശേഷിക്കുള്ള വാക്സിനേഷൻ്റെ ഡേ ആയിരുന്നു മെനഞ്ഞാന്ന്. അപ്പോൾ 4 പേര് ഹോസ്പിറ്റലിൽ നാളെ ഇവിടെ വന്ന് 4 പേർക്കും വാക്സിനേഷനൊക്കെ എടുത്തു. ഒരു കാക്ക അവിടെ ഇരിക്കുന്നതിനാണ് അവർ. എൻ്റെ പൊന്ന് DTS ഒന്ന് സൗണ്ട് കുറച്ചേ. ഒറ്റ വീഡിയോ എടുക്കട്ടെ. റാണി ഞാൻ കൂട്ടിയൊക്കെ പിടിച്ചിടും നിന്നെ. ഇപ്പോൾ ആ കൊച്ചിനെ വരട്ടുന്നതിന് അടി വേണോ നിനക്ക്? അടി വേണോ റാണി? ഇവിടെ വാടേ. പോയ പോക്ക് കണ്ട എല്ലാം കൂടെ. അവിടെ മുകളിൽ എന്തോ സൗണ്ട് കേട്ട് പോയ പോക്കാണ്. പിന്നെ ഞാൻ ഒരു പൂച്ചയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് എൻ്റെ ഇവിടുത്തെ അല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയച്ഛനും താമസിക്കുന്നിടത്തുള്ള പൂച്ചയാണത്. അത് കുഞ്ഞിലെ അവിടെ വന്ന് വളർന്നതൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ആളിനെ കാണാതായി. ഒരു 5-6 മാസം കാണാതായതിനു ശേഷം പിന്നെ ആൾ വന്നപ്പോൾ ആളുടെ കഴുത്തിൽ ആ ചുമന്ന ബെൽറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ വീട്ടിലെങ്ങാണ്ട് ആൾ പോയി ആ വീട്ടുകാരിട്ട് വളർത്തി, റൂമിനകത്തൊക്കെ ഇട്ട് വളർത്തിയതാണെന്ന് തോന്നുന്നു. അത് കാരണം കഴുത്തിൽ ബെൽറ്റ്. ഇപ്പോൾ അവൾക്ക് നമ്മൾ പറയുന്നതൊക്കെ ഏകദേശം മനസ്സിലാവും. എപ്പോഴും പെരിക്കകത്തൊക്കെ കയറാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ആരുടെയെങ്കിലും വീണ്ടും മിസ്സായതാണോ എന്ന് നമുക്കറിയാം. അവളിപ്പം തിരിച്ചെന്തായാലും നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവളവിടെ ഉണ്ട്, സുഖമായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് അവളവിടെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് പൂച്ചയെ വളർത്താൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും ഞങ്ങൾ രാവിലെ മോർണിംഗ് വാക്കിന് പോയപ്പോഴത്തേക്ക് ഒരു കവറിൽ കണ്ണു തുറക്കാത്തൊരു പൂച്ചക്കുട്ടീനെ ആരോ കൊണ്ടുവന്ന് റോഡിൽ കവറിൽ കെട്ടിക്കൊണ്ട് കളഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് ജിമ്മേ ഇപ്പം നോയിക്കോ. അപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ആ സൗണ്ട് കേട്ടിട്ട് നമ്മൾ കവർ തുറന്ന് നോക്കിയപ്പോൾ കണ്ണു തുറക്കാത്തൊരു പൂച്ചക്കുട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങളതിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വളർത്തി. ഏതാണ്ടൊരു പെരിക്കകത്തിട്ട് തന്നെയായിരുന്നു ആളിനെ വളർത്തിയത്. ഏതാണ്ടൊരു 2.5 മാസം വരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആൾ അബദ്ധവശാൽ വെളിയിലൊന്ന് ഇറങ്ങി. ജിമ്മിയായിട്ട് കൂട്ടായിരുന്നു കേട്ടോ. ജിമ്മിയായിട്ട് പ്രശ്നമൊന്നുമില്ല. ജിമ്മിയായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. ജിമ്മിയുടെ വാലിലൊക്കെ പിടിച്ച് വലിക്കുകയടിക്കുകയും ജിമ്മിയുടെ മോന്തയ്ക്കൊക്കെ ഇട്ട് അടിക്കുമായിരുന്നു. പേര് കിങ്ങിണിന്നായിരുന്നു. നല്ല കറുകറായിരുന്ന ആൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആളിനെ. അപ്പോൾ ജിമ്മിയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ജിമ്മിയുടെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ വൈറ്റി റാണിയായിട്ട് അധികം അടുപ്പം ഇല്ലായിരുന്നു അന്ന്. അപ്പോൾ ഒരു ദിവസം അബദ്ധവശാൽ ആൾ പരിക്കകത്തുനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർ റാണിയാണെന്ന് തോന്നുന്നു ഓട്ടിച്ച് വെളിയിലത്തെ ബാത്റൂമിനകത്ത് കൊണ്ട് കയറ്റി അവിടെ ഇട്ട് ഞങ്ങളങ്ങ് എത്തുന്നതിന്, ആ വിളി കേട്ടങ്ങ് എത്തുന്നതിന് മുമ്പായിട്ട് അവർ കടിക്കുകയോ ചവിട്ടുകയോ എന്തോരോ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞ് ചത്തുപോയി. അപ്പോൾ അതിന് കാരണക്കാർ റാണമ്മ, വൈറ്റമ്മ ആൻഡ് ജിമ്മി ആണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായി. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഞങ്ങളിവിടെ പൂച്ചക്കുട്ടികളെ
വളർത്തിയിട്ടില്ല. വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവന്മാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും അതിൻ്റെ ജീവൻ ആപത്തിലാവും എന്നറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ വളർത്തുന്നില്ല. ഒരുത്തം നിൽക്കണം, നിപ്പ് കണ്ട. ഇവിടെ കയറി നിന്നിട്ട് ഇത് കണ്ട, അവൻ വാ വെച്ച് ഇവിടെ കടിക്കും, കടിച്ച് നിൽക്കും. കാരണം വെളിയിൽ നിൽക്കുന്നവർ കിട്ടാത്ത ദേഷ്യം അവിടെയാണ് കടിച്ച് തീർക്കുന്നത്. പെയിൻ്റെല്ലാം പോയതുകൊണ്ട് അവർ കയറി മാന്തി പിടിച്ചെടുത്തൊക്കെയാണ് ഗേറ്റിൻ്റെ പെയിൻ്റെല്ലാം പോയത് കേട്ടോ. ഇനി ഇതെല്ലാം അടിയണം. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഗേറ്റ് മതിലിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടണമെന്ന്. തുമ്പി അവിടെ എന്തോ ചെയ്യുന്നേ? ഇവിടെ വരെ പ്ലാസ്റ്റിക് കവർ എടുത്തില്ലേ? ഇടയ്ക്ക് വെച്ച് റാണി കണ്ടിന്യൂസ് മതിൽ ചാടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഒരു പ്രാവശ്യം മതിൽ ചാടി. അത് ഇവിടെ ഈ ഭാഗത്തു നിന്നല്ല, അങ്ങ് പിറകു വശത്ത് ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്ന്. അവിടെ ഹൈറ്റ് കുറവായിരുന്നു. അങ്ങനെ അവൾ മതിൽ ചാടി. ഈ ഭാഗത്ത് മതിൽ ചാടി ഒരു ഡോഗിൻ്റെ മുമ്പിൽ ചെന്ന് ചാടി. പിന്നെ വാക്സിനേഷനൊക്കെ എടുത്ത് 1 മാസം ഐസൊലേഷനൊക്കെ ആക്കേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ പൈസ ഇല്ലെങ്കിലും എങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ച് സംഭവം അങ്ങ് മൊത്തത്തിൽ മറച്ച് കേട്ടാ. ഇനി ആരും പേടിക്കണ്ട. ഇത് സെക്കൻഡ് ഹാൻഡ് നമുക്ക് ഷീറ്റ് കിട്ടി. ഷീറ്റ് കിട്ടിയല്ല, അണ്ണൻ്റെ തന്നെ കുടുംബ വീട്ടിൽ ഷീറ്റ് ഉണ്ടായിരുന്നു, കമ്പിയും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വിളിച്ചുകൊണ്ട് പോയി ഇത് ഇനി വാരിക്കൊണ്ട് വന്നു. ഒരാളിനെ 2 ജോലിക്കാരെ നിർത്തി ഒരു ദിവസം കൊണ്ട് ഇതങ്ങ് ശരിയാക്കി. അപ്പോൾ ഇപ്പം ഇനി മതിലാടുമെന്നുള്ള പ്രശ്നം വലുതായിട്ടില്ല കേട്ടോ. ഇവർ കാരണമാണ് ഇവിടെ ഗേറ്റ് വെച്ചത്, ഇവർ കാരണമാണ് ഇവിടെ മതിലിൻ്റെ ഹൈറ്റ് കൂട്ടിയത്, പിന്നെ ഇവർ കാരണമാണ് ഇവിടെ ഞങ്ങളെ ബാക്കിലത്തെ പെരേടത്തിലേക്കുള്ള വേലി വരെ ഞങ്ങൾ കെട്ടിത്തിരിച്ചത്. കമ്പി വേലി കെട്ടിത്തിരിച്ച് ഇവിടെ ഗേറ്റ് ഇട്ടത് എല്ലാം ഇവർ കാരണമാണ്. അപ്പോൾ ഇവരെ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിർത്തണോ നാട് കടത്തണോ? എന്താ വേണം? നിങ്ങൾ കാരണം എന്തൊക്കെ പൈസ ചിലവാന്നറിയാവോ? ഇതിന് വല്ല പൈസ നിങ്ങൾ തരുന്നാ? എന്തുമാത്രം പൈസ ചിലവാ? ഈ ചാടിക്കയറലും ഈ നാക്ക് ധരിച്ചിടലും ഈ സ്നേഹം കാണിക്കലും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഈ പൈസ എല്ലാം ചിലവാക്കുന്നത്? എടി പിള്ളേരാ സൂചിച്ച് നിൽക്കുകയാണ്. പള്ളയിൽ ഇങ്ങനെ തടയ കൊടുക്കുമ്പോൾ സൂചിച്ച് നിൽക്കുകയാണ് ഒരുത്തി. നിമ്മി അവിടെ എന്താ നോക്കുന്നത്? അങ്ങനെ നമുക്ക് ഇവർ കാരണം നല്ല രീതിയിൽ ചിലവുകൾ കിട്ടുന്നുണ്ട്. കയ്യിൽ നിന്ന് ചില സമയങ്ങളിൽ പൈസ ഇറങ്ങുന്ന വഴികൾ അറിയാറില്ല. അപ്പോൾ അത്രയും ഭാഗം ഞങ്ങൾ ഇവർ കാരണം ഞങ്ങൾക്ക് വേലിയും കെട്ടേണ്ടി വന്നു. അത് കമ്പി വേലി. ഓക്കെ. അപ്പോൾ ചിലർ ഞാനത് പറയാനുള്ള കാര്യം എന്താ പറയുക, പട്ടി കാരണം നമുക്ക് അങ്ങനെ പറ്റുന്നില്ല, വീട്ടിൽ ഇങ്ങനെ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്ന ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഒഴിവാക്കുമ്പോഴേ ഞങ്ങൾ ഇവരെ ഇവിടെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേത്. ഒരു നായക്കുട്ടീനെ നല്ലപോലെ വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിൻ്റേതായ മനസ്സും ക്ഷമയും കരുതലും സ്നേഹവും ഒക്കെ വേണം. അല്ലേ ജിമ്മി? പാപ്പ ജാനു ചക്കി. അപ്പോൾ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുവാണ്. അതിന് ഇച്ചിരി അഭിനയിക്കാൻ പറഞ്ഞിട്ട് അഭിനയിക്കാതെ ഓട്ടവും ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ഇത് പിന്നെ കിടത്തേക്ക് ഒരുമിച്ചാണ് എപ്പോഴും. ഇതേപോലെ ചേർന്നേ കിടക്കത്തുള്ളൂ രണ്ടുപേരും, റാണിയും ജിമ്മിയും. ഓരോ റൗണ്ട് വാക്സിനേഷൻ ഇങ്ങനെ ഓരോരുത്തരുടേത് വരും കേട്ടോ. ഓരോ മാസം ഓരോരുത്തർക്കും കാണും. ഒരാൾക്ക് 2 വാക്സിൻ വെച്ചിട്ടല്ലേ, പല ഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു വാക്സിനെങ്കിൽ അടുത്ത മാസം ആയിരിക്കും അടുത്ത വാക്സിൻ. അപ്പോൾ എല്ലാ മാസവും ഓരോരുത്തരെ ഇങ്ങനെ വാക്സിൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കണം. ഇതെന്തുവാ? വേറെ ഒന്നും കുഞ്ഞിന് കളിക്കാൻ കിട്ടിയില്ല. അയ്യോ കഷ്ടം തന്നെ. ഇനിതാ എൻ്റെ അടുത്ത് ദേശിക്കുന്നതന്നെ. താടാ പല്ല് പോവേ നിൻ്റെ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ.